ശ്വേത മേനോനെതിരായ കേസിൽ പോലീസിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തുടർ നടപടികൾ എങ്ങനെയെന്നതിൽ ആശയക്കുഴപ്പമാണ്. കേസ് നിലനിൽക്കില്ലെന്ന് പോലീസിന്റെ തന്നെ വിലയിരുത്തലുമുണ്ട്. നിയമോപദേശം ലഭിച്ച ശേഷം മാത്രമായിരിക്കും ശ്വേത മേനോനെ ചോദ്യം ചെയ്യുക. പരാതിക്കാരന്റെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങൾ രാജീവ് നൽകും. രാജീവ്, എന്തായാലും ഒരു പരാതി ലഭിച്ചു, അപ്പോൾ തന്നെ FIR ഇട്ടു. തുടർ നടപടിയുമായി നമ്മുടെ പോലീസ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. എന്തായാലും ശ്വേത മേനോൻ വിടുന്ന മട്ടില്ല, ഹൈക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞു. ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണനയ്ക്ക് എടുക്കുന്നുമുണ്ട്. അപ്പോഴാണ് പോലീസിന് ഇനി എന്ത് ചെയ്യണം എന്ന ഒരു ആശങ്ക ഉണ്ടാകുന്നത്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഗി, ഈ വിഷയത്തിൽ നിയമപരമായ ഒട്ടേറെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ശ്വേത മേനോനെതിരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിൽ ഈ പരാതിക്കാരൻ നൽകിയിരുന്നു. എന്നാൽ അന്ന് ആ പരാതി അന്വേഷിച്ച്, അതായത് പ്രാഥമികമായ അന്വേഷണം നടത്തി തള്ളിയതാണ്. ആ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിരുന്നില്ല. കാരണം ഇതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലൊരു FIR രജിസ്റ്റർ ചെയ്യാനുള്ള നിയമവശങ്ങളില്ല എന്നായിരുന്നു പോലീസ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. പ്രധാനമായും സെൻസർ ബോർഡാണ് ഇത്തരത്തിൽ പരാതികൾ ഉയർന്ന സിനിമയ്ക്കും പരസ്യത്തിനുമൊക്കെ സർട്ടിഫിക്കറ്റ് നൽകിയത്. കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടി, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംവിധാനമാണ് സെൻസർ ബോർഡ്. ആ സെൻസർ ബോർഡാണ് നിലവിൽ ഈ സിനിമകൾക്കും അതുപോലെ തന്നെ പരസ്യത്തിനും അംഗീകാരം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു സിനിമയിൽ അഭിനയിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ലഭിക്കുമ്പോൾ നിയമപരമായി ഈ കേസ് നിലനിൽക്കില്ല എന്ന് തന്നെയായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസ് കണ്ടെത്തിയത്. ഇതിനുശേഷം എറണാകുളം സെൻട്രൽ പോലീസ് ഈ പരാതി മടക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് കോടതിയിലേക്ക്, എറണാകുളം CJM കോടതിയിലേക്ക് ഈ കേസ് എത്തുന്നത്. അതായത് CMB ആയിട്ടാണ് ഇത് ഫയൽ ചെയ്യുന്നത്. ഈ CMB പരിഗണിച്ചതിന് ശേഷമാണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന ഒരു നിർദ്ദേശം കോടതി പോലീസിന് നൽകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഇതിൻ്റെ തുടർ നടപടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. പ്രധാനമായും ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് പ്രകാരവും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരവുമാണ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം പോലീസിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഉൾപ്പെടെ നമ്മൾ സംസാരിക്കുമ്പോഴും അവർ പങ്കുവെക്കുന്നതും ഇത് തന്നെയാണ്. കാരണം കോടതി നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നു. കോടതി നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ തുടർ നടപടിക്രമങ്ങൾ, അതാണ് ഏറ്റവും സങ്കീർണമാകുന്നത്. ഏതായാലും ഹൈക്കോടതിയിൽ ഈ വിഷയം വരികയാണ്. ഹൈക്കോടതിയിൽ ഈ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്വേത മേനോൻ ഹർജി നൽകിയിരിക്കുന്നു. ആ ഹർജിയിൽ ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നേരത്തെ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ്. എറണാകുളം സെൻട്രൽ പോലീസ് എന്ത് കാരണത്തിലാണോ ഈ പരാതി മടക്കിയത്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഒന്ന്, വർഷങ്ങൾക്ക് മുൻപുണ്ടായ സംഭവങ്ങളാണ്. മാത്രമല്ല അതിൽ അഭിനയിക്കുന്നതിന് കൃത്യമായി സെൻസർ ബോർഡിൻ്റെ അംഗീകാരം ലഭിച്ചിരുന്നു, സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു. അതിൽ മാത്രമാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. അതല്ലാതെ മറ്റു തെളിവുകളൊന്നും ശ്വേത മേനോനെതിരെ നിലനിൽക്കുന്നില്ല എന്ന വസ്തുതയുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരുന്നു നേരത്തെ എറണാകുളം സെൻട്രൽ പോലീസ് ഈ പരാതി മടക്കിയത്, അതിൽ FIR രജിസ്റ്റർ ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഏതായാലും കോടതി നിർദ്ദേശപ്രകാരം FIR രജിസ്റ്റർ ചെയ്യുമ്പോഴും ഇനി ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് നിർണായകമാണ്. അതിനുശേഷം മറ്റു തുടർ നടപടികളിലേക്ക് കടക്കാം എന്നാണ് പോലീസിൽ നിലവിൽ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ഇതിനുശേഷമാകും ശ്വേത മേനോനെ ചോദ്യം ചെയ്യണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുക. ഏതായാലും അതിനു മുൻപ് ഈ വിഷയത്തിൽ നിയമോപദേശം തേടും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം ഈ പരാതിയിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപണം ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പരാതി നൽകിയ വ്യക്തിയെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. ഏതായാലും ഇക്കാര്യത്തിൽ നിലവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഈ തുടർ നടപടികൾ ഉണ്ടാകുക. ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനനുസരിച്ചായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജീവ്, അതോടൊപ്പം തന്നെ ചോദിക്കുകയാണ്, നമ്മളോട് നേരത്തെ നിർമ്മാതാവ് സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത ചിത്രങ്ങളാണ്, ഒപ്പം തന്നെ സെൻസർ ബോർഡ് UA സർട്ടിഫിക്കേഷൻ നൽകിയ സിനിമകളാണ്. അത്തരം സിനിമകളിൽ എങ്ങനെയാണ് പോലീസിന് ഇത്തരത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേസെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച കാര്യമാണ്, സെൻസർ ബോർഡിനും പരമാധികാരമാണത്. സെൻസർ ബോർഡിന്റെ പരമാധികാരമാണ്. ആ പരമാധികാരത്തിന്മേൽ പോലീസിന്റെ കൈകടത്തൽ ഉണ്ടാകുന്നു. അത്തരത്തിൽ പോലീസ് സംവിധാനത്തെ തന്നെ വളരെ നെഗറ്റീവായി ബാധിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്ക് ഈ കേസ് എത്തില്ലേ? രാഖി, ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതുതന്നെയാണ്. അതായത് കോടതി നിർദ്ദേശപ്രകാരമാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോടതി നിർദ്ദേശം നൽകുകയാണെങ്കിൽ പോലീസിന് മുന്നിൽ മറ്റു വഴികളില്ല, മറ്റു പോംവഴികളൊന്നും തന്നെയില്ല. കേസ് രജിസ്റ്റർ ചെയ്തേ മതിയാകൂ. ആ പരാതിയിൽ എന്താണോ പറയുന്നത്, അതായത് CMB ഫയൽ ചെയ്യുകയാണ് ഈ പരാതിക്കാരൻ ചെയ്തിരിക്കുന്നത്. അതായത് കോടതിയിലേക്ക് എത്തുകയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ സിനിമകളിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പോലീസിനോട് പറയുകയാണ് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രണ്ട്
മൂന്ന് വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് പ്രകാരം, മറ്റൊന്ന് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം. അത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. ഇനി തുടർ നടപടികൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തുടർ നടപടികളിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. ആ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് സെൻസർ ബോർഡിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സെൻസർ ബോർഡിൻ്റെ അംഗീകാരം ലഭിച്ച ചിത്രങ്ങളിൽ മാത്രമാണ് ശ്വേതാ മേനോൻ അഭിനയിച്ചിരിക്കുന്നത്. മറ്റു തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ നിലവിൽ പോലീസിൻ്റെ കൈവശമില്ല. അത് മുൻപ് നൽകിയ പരാതികളിൽ തന്നെ വ്യക്തമാണ്. കാരണം സെൻട്രൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നേരത്തെ ലഭിച്ചിരുന്നതാണ്. അന്ന് FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിരുന്നില്ല. കാരണം പോലീസ് ഈ വിഷയങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. തുടർന്ന് കോടതിയിൽ എത്തുമ്പോൾ കോടതി പറഞ്ഞതനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇതിൻ്റെ തുടർ നടപടികൾ എങ്ങനെ വേണം എന്ന കാര്യത്തിലാണ് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. കാരണം ശ്വേതാ മേനോനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലും ഇപ്പോഴും പോലീസിന് തീരുമാനമെടുക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. ആ വിഷയം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഹൈക്കോടതി എന്ത് നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കും, ഹൈക്കോടതി എന്ത് വിധിയായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാവുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷം മാത്രം മതി ശ്വേതാ മേനോനെ ചോദ്യം ചെയ്യുന്നതും അതുപോലെ തന്നെ പരാതിക്കാരൻ്റെ മൊഴിയെടുക്കുന്നതും. ഒരുപക്ഷേ ഹൈക്കോടതി ഈ അന്വേഷണം തന്നെ റദ്ദാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇനി അതല്ല, അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ അന്വേഷണം നടക്കും. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും പോലീസിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഈ പരാതിയിൽ കഴമ്പില്ല, ഈ പരാതി നിലനിൽക്കില്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതി ഇടപെടലാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഹൈക്കോടതി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ശ്വേതാ മേനോനെ ചോദ്യം ചെയ്യും. അത് മാത്രമല്ല ഈ പരാതിക്കാരൻ്റെ മൊഴിയും രേഖപ്പെടുത്തും. അതിന് കാരണം ഈ പരാതിക്കാരൻ ഇത്തരം ഒരു പരാതി ഈ ഘട്ടത്തിൽ നൽകിയതിൽ വലിയ ദുരൂഹത നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് ഈ പരാതിക്കാരൻ ഈ വസ്തുതകളെക്കുറിച്ച് അറിയാമായിരുന്നു. സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഇത്തരം സിനിമകൾക്കെതിരെയും പരസ്യങ്ങൾക്കെതിരെയും എങ്ങനെയാണ് ഈ പരാതിക്കാരന് രംഗത്ത് വരാൻ കഴിഞ്ഞത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും അന്വേഷണം നടത്തും. ഇതിനുശേഷം ഒരു റിപ്പോർട്ട് ഈ കോടതിയിലേക്ക്, അതായത് കേസെടുക്കാൻ നിർദ്ദേശിച്ച കോടതിയിലേക്ക് പോലീസ് സമർപ്പിക്കും. ശരി രാജീവ്.